പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ ലൗദി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വസ്തത അഥവാ അമാനത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച്, ശരിയായ അടിമകളെക്കുറിച്ച് പറയുന്നുണ്ട്, വല്ലദീനഹും ലി അമാനാത്തിഹിം വ അഹ്ദിഹിം റാഊൻ. ആ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ എന്ന് പറയുന്നത് അവരുടെ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കളും അവരുടെ കരാറുകളുമൊക്കെ അവർ വളരെയധികം സൂക്ഷ്മത പാലിക്കുന്നവരാണ്. കരാറുകളിലും വിശ്വസ്തതകളിലും സൂക്ഷ്മത പാലിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ശരിയായ അടിമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, അമാനത്തില്ലാത്തവന് ഈമാനില്ല, വിശ്വാസമില്ല എന്ന്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടി ഇന്ന് ഏതൊരു രംഗത്തും ഭരണീയ രംഗത്ത് ഓരോ ഭരണകർത്താക്കളും, മന്ത്രിമാരാകട്ടെ, MLA-മാരാകട്ടെ, കൗൺസിലർമാരാകട്ടെ, അവർ ജനങ്ങളോട് വാഗ്ദത്തം ചെയ്തത് വാഗ്ദത്തമാണ്, വാഗ്ദത്ത ലംഘനമാണ് അമാനത്തിന് ലംഘിക്കുക എന്ന് പറയുന്നത്. അവർ എന്തെങ്കിലും ജനങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് നിറവേറ്റേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ അമാനത്ത് നിഷേധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ഓരോരുത്തരും അമാനത്താണ്. അവർ ഒപ്പിടുമ്പോൾ ഒരു കരാറാണ്, അമാനത്താണ്. ഞാൻ ഈ ഒപ്പിട്ടത് വൈകുന്നേരം വരെ ഞാൻ ഇവരെ ഏൽപ്പിച്ച ജോലി ഞാൻ സ്വീകരിച്ചുകൊണ്ട് അത് പണിയെടുക്കും എന്നുള്ള വാഗ്ദത്തമാണ് അവർ ആ ഒപ്പിലൂടെ കാണിക്കുന്നത്. അതിൽ അമാന്തത വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിനോട് അവർ ഉത്തരം പറയേണ്ടി വരും. അതുപോലെ തന്നെ അധ്യാപകർ, ഉദ്യോഗസ്ഥന്മാരാരായിരിക്കട്ടെ, അതുപോലെ തന്നെ മുതലാളിയോട് ഞാൻ ഇതിൻ്റെ പണിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ മുതലാളി ഇത്ര കൂലി തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ അമാനത്താണ്. അവർ എല്ലാ ജനങ്ങളും പരസ്പരം എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അമാനത്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു അധ്യാപകൻ കുട്ടിയെ പഠിപ്പിച്ചിട്ടാണ് ശമ്പളം വാങ്ങുന്നത് എന്നുള്ളതാണ് അമാനത്ത്. അതിനെന്തെങ്കിലും ഒരു കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ, അവർ സ്വറച്ച് രാഷ്ട്രീയം പറഞ്ഞ് അതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അത് തന്നെ ഓഫീസുകളിൽ ഓഫീസർമാരൊക്കെ എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേപ്പർ ശരിയാവണമെങ്കിൽ നടക്കേണ്ടതുണ്ട്. പക്ഷേ അവരുടെ കടമയാണത് നിർവഹിച്ചു കൊടുക്കുക. അതിനുള്ള ശമ്പളമാണ് അവർക്ക് ആരായാലും, മുതലാളിമാരായാലും അതുപോലെ തന്നെ സർക്കാരായാലും അവർക്ക് നൽകുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ എല്ലാ രംഗത്തും, ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും വിശ്വസ്തത പാലിച്ചുകൊണ്ടേ നമ്മൾ കഴിയാവൂ, പ്രവർത്തിക്കാവൂ എന്ന് ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.